ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്ന് നമ്മൾ ചേന മെഴുക്കുവരട്ടിയാണ് ഉണ്ടാക്കുന്നത്. അതിനുവേണ്ടി ചേന ഈ ഒരു പരുവത്തിൽ കട്ട് ചെയ്ത് കുക്കറിലിട്ടിട്ടുണ്ട്. അതിനകത്തേക്ക് ഒരു 1/2 ഗ്ലാസ് വെള്ളം കൂടെ ഞാൻ ഒഴിച്ചിട്ടുണ്ട്. ഇനി നമുക്ക് അതിനകത്തേക്ക് ഒരു ടേബിൾ സ്പൂൺ ഉപ്പ് വേകാൻ വേണ്ടി വെക്കാനാണ്. പിന്നെ ഒരു ടേബിൾ സ്പൂൺ മുളക് പൊടി, ആവശ്യത്തിന് മഞ്ഞൾപ്പൊടിയും കൂടെ 1 ടീസ്പൂൺ നമുക്ക് ചേർക്കാം. എന്നിട്ട് നമുക്ക് ഇതൊരു 2 വിസിലിന് വേണ്ടിയിട്ട് അടച്ചു വെച്ച് നമുക്ക് വേവിക്കാം. ഓക്കെ, ചേന ഇവിടെ വെന്ത് വന്നിട്ടുണ്ട്, നല്ലപോലെ വെന്തിട്ടുണ്ട്. നമുക്കിത് പാനിലേക്ക് കുറച്ച് എണ്ണ ഒഴിച്ചിട്ട് ഇതൊന്ന് മെഴുക്കിട്ടുണ്ട്. അതിന് വേണ്ടിയിട്ടൊരു വെളിച്ചെണ്ണയാണ് ഉപയോഗിക്കുന്നത്. ഒരു 4 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ നമുക്ക് ഇതിനകത്തേക്ക് ഒഴിക്കാം. നമുക്ക് വെന്ത് വെച്ചിരിക്കുന്ന ചേന അതിലേക്ക് ഇട്ട് കൊടുക്കാം. ചേനക്കിടയ്ക്ക് തന്നെ ഇളക്കി കൊടുക്കാം. അതിൻ്റെ വെള്ളം ഉണ്ടാകുന്ന അപ്പോഴത്തേക്ക് ഒരു ടേബിൾ സ്പൂൺ കുരുമുളക് കൂടെ ഇട്ട് കൊടുക്കാം. ഓക്കെ, അപ്പോൾ ഒരു ഇച്ചിരി സാമാന്യ മീഡിയം തീയിലാണ് വെച്ചിരിക്കുന്നത്. ഇതൊന്ന് ജസ്റ്റ് ഒന്ന് വെള്ളമയം മാറി ജസ്റ്റ് ഒന്ന് ചെറുതായിട്ടൊന്ന് വൃത്തിയായിരുന്നു. അത് കഴിഞ്ഞിട്ട് നമ്മൾ ഇളക്കിയാൽ മതി, അല്ലെങ്കിൽ പൊടിഞ്ഞു. ഇതൊന്ന് ഇളക്കി കൊടുക്കാം. താഴെ ഇച്ചിരി ഒന്ന് വെച്ചിട്ടുണ്ട്. ഒത്തിരി ഇളക്കിയ ഇതൊന്ന് ഇച്ചിരി വെന്ത് പോയി, അതുകൊണ്ട് ഇത് കുഴഞ്ഞു പോകും. അതുകൊണ്ടാണ് ഞാൻ ഒന്ന് വേകാൻ വേണ്ടി ഇച്ചിരി ഒന്ന് മൂക്കാൻ വേണ്ടി വെയിറ്റ് ചെയ്യും. ഞാനിതൊന്ന് ഇളക്കിയില്ല, ജസ്റ്റ് നമ്മുടെ പാത്രം ഒന്ന് ജസ്റ്റ് തിരിച്ചിങ്ങനെ പിടിച്ചപ്പം ഇങ്ങനെ നമ്മളെന്താ പൊക്കി ഇങ്ങനെ ഇട്ടപ്പോൾ ഇത് തിരിഞ്ഞു വന്നു. അപ്പോൾ അങ്ങനെ ചെയ്തിട്ടുണ്ട്. ഇൻ കേസ് നിങ്ങൾക്ക് വെന്ത് പോവുകയാണെങ്കിൽ ഇങ്ങനത്തെ ഒരു വിദ്യ ചെയ്താൽ മതി, അല്ലെങ്കിൽ നമ്മുടെ മെഴുക്കുവരട്ടി പൊഴിച്ചു പോകും. മെഴുക്കുവരട്ടി ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇത് ഇച്ചിരി കുഴഞ്ഞു പോയി. എന്നാലും അപ്പം നിങ്ങളെന്താ ചെയ്യണമെന്ന് വെച്ചാൽ, നമുക്കിപ്പോൾ വേവ് അറിയത്തില്ലെന്നുണ്ടെങ്കിൽ ഒരു വിസിൽ കഴിഞ്ഞിട്ട് എന്തായാലും തന്നെ എടുക്കുക. ഓക്കെ, ആദ്യമായിട്ട് ചാനൽ കാണുന്നതെങ്കിൽ കമൻറ്റ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. വേറൊരു പുതിയ വീഡിയോയിൽ വരുന്നിടം വരെ താങ്ക് യു സോ മച്ച്. താങ്ക് യു ഫോർ വാച്ചിങ് മൈ വീഡിയോ. ഇത് ഇച്ചിരി വെന്ത് പോയതുകൊണ്ടാണ് നമുക്ക് ഇങ്ങനെ ഇച്ചിരി ഒരു കുഴഞ്ഞ പരുവത്തിലാണ് നമുക്കിത് കിട്ടിയത്. 1-2 പാർട്സേ നമുക്ക് അല്ലാതെ കിട്ടിയിട്ടുള്ളൂ. എനിവേ നല്ല ടേസ്റ്റിയായ ഒരു ഡിഷാണ്. എല്ലാവരും ട്രൈ ചെയ്യുക. വേറൊരു വീഡിയോ ഞാൻ നിങ്ങളുടെ ഇടയിലേക്ക് വരുന്നിടം വരെ താങ്ക് യു. അറിയാത്തവരിലേക്ക് സബ്സ്ക്രൈബ് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കില്ലല്ലോ. ഓക്കെ, താങ്ക് യു സോ മച്ച്.